കൊറേ സമയല്ലേ ചിന്നുനെ കാത്തിട്ടുണ്ട്. നിങ്ങള് ബാക്കിലെത്തി, ഞാൻ കണ്ടു നിങ്ങളാ. എന്നെ കണ്ടല്ലേ? അപ്പാ ആ നല്ലൊരു ഓട്ടം കിട്ടിട്ട് ഒഴിവാക്കിട്ട് കാത്തക്കുന്ന എത്ര സമയമായി ഞാൻ. സാറിന് അവിടെ ഭയങ്കര തിരക്കുണ്ടായിന്. വണ്ടി പഠിച്ചു കുറച്ച് പഠിച്ചു. ഓട്ടോറിക്ഷ ഞാൻ പഠിപ്പിച്ചെത്തി. ഓട്ടോറിക്ഷ വേണ്ട, എനിക്ക് സ്കൂട്ടർ തന്നെ മതി. ഓ ചിന്നു, ഞാനൊരു കാര്യം പറയട്ടാ. പറ. ഞാൻ നിന്റെ വീട്ടിലേക്ക് അന്വേഷിച്ചു വരട്ടെ. എന്തിനാ? കല്യാണത്തിന് മംഗലം കഴിച്ചിട്ട് നിങ്ങൾ എങ്ങനെ എന്നെ നോക്കല്? ചിന്നു, എനിക്കില്ലേ വലിയ വീട് വേണം, കാറ് വേണം. മംഗലം കഴിച്ചിട്ട് പോകുമ്പില്ലേ കാതെല്ലാം കൗത്തെല്ലാം കൊറേ പൊന്നെല്ലാം വേണം. എന്റെ വീട്ടുകാരെ ചൊടിപ്പിച്ചിട്ട് വന്നാൽ ഇതെല്ലാം കിട്ടും എനിക്ക്? എന്റെ കൊന്നാലും ഇതെല്ലാം കിട്ടും എനിക്ക്. എന്താ കിട്ടുന്നു ചിന്നു? ഭ്രാന്ത് പറഞ്ഞോണ്ടിക്കല്ല. ഒരു കാര്യം ചെയ്യും, എനിക്ക് ഞാനൊരു അടിപൊളി സമ്മാനം കൊണ്ടുവന്നിട്ടുണ്ട്. തരാ? പറ, നീ പറ. നോക്കട്ടല്ല, നോക്കട്ടെ, കാണിക്കുന്ന. എങ്ങനെയുണ്ട്? ഇഷ്ടായി എനിക്ക്? നല്ല പാങ്ങ. ഇനി എന്തുകൊണ്ട്? എന്തൊക്കെ പറഞ്ഞോ? വരണം വേണ്ട, ഞാൻ പറയാം. ഇനി എന്തെല്ലാം മേടിച്ചു ഞാൻ. അതെയാ? ഭയങ്കരത്തിൽ മേടിച്ചു തരും. ചിന്നു, ഓക്കെ സാർ, ഒരാളെ സംശയമുണ്ട്. ഓക്കെ സാർ, ഓക്കെ സാർ. ഏയ് എങ്ങോട്ട് പോന്ന്? കമ്മല് മാറ്റി മേടിക്കാനാ മോളെ. കമ്മലോ? കള്ളം കരുതി പൊന്നെല്ലാം കൊണ്ടുപോയി. ഇനി എന്ത് ചെയ്യും? ഇതാണോ? ഇതൊന്ന് വെച്ച് നോക്കിയേ. ചോദിക്കോ? ആ വേണോട്ടാ, ഇവിടെ കള്ളം കയറിട്ട് ആ കുലുമാലല്ലേ ഇങ്ങടെ? ഞാൻ ഇപ്പഴത്തേക്ക് വന്നടാ, നീ ആ രാജാ ജൂവലറിലോട്ട് വാ. അച്ഛൻ പുറത്ത് നിൽക്കാം മോളെ. പാങ്ങില്ല. കിട്ടാൻ കുറച്ച് സമയം എടുത്തിട്ട് മോളെ കാര്യല്ലേ, നടക്കട്ടെ. അങ്ങളെ, ഈ ജിമ്മിക്ക് പോലത്തെ കമ്മലുണ്ടാ? ഉണ്ടല്ലോ. ആ ഇതിലൊക്കെ ഇതൊന്ന് മാറിയെടുക്കണം. മാറിയെടുക്കുമ്പോ പൈസ കുറച്ചൊന്ന് കുറയും. നിങ്ങൾ വാങ്ങിയത്ര പൈസ എന്തായാലും കിട്ടൂല. ഇന്നലെ മേടിച്ചത് ഇന്നേക്ക് അറിയോ? അത് നോക്കാം. അഖിലേ, ഇതൊന്ന് നോക്കിട്ട് ചോറുണ്ടേ ഇല്ലേ? അല്ലേ? ചിന്നു, ആ ചിന്നു എന്താ? വാട്സപ്പ് നോക്കറോ? എന്തേ നോക്കറോ? നോക്കാം. ആ ഒരു ചുരിദാറ് അടിപൊളി ഉണ്ടറാ. നല്ല ഉണ്ടറാ ചിന്നു. ചോറുണ്ട്. എപ്പോ ഓർഡർ ആക്കിന്ന് പറഞ്ഞാ പോരെ? പിന്നെ ഞാനേ ചിന്നുനൊരു പാട്ട് പാടി തരട്ടെ? കേട്ടോ? പ്രണയിക്കുകയായിരുന്നു നാം ഓരോരോ ജന്മങ്ങളാ. ഓൻ്റെ ഒരു പ്രണയം. നാളേക്ക് ചായപ്പൊടി മത്സരം കൊണ്ടുവന്നിനാ?
നല്ല നാളെ കട്ടൻ ചായയില്ലു പ്രേമിക്കാൻ കഴിഞ്ഞു. പ്രണയത്തില് ചായപ്പൊടി മനസ്സിലാക്കി ഇത്ര പ്രാധാന്യം കൊടുക്കുന്നുണ്ടല്ലോ. ആ മുകളിലൊരു കയറ് കെട്ടി ബെൽറ്റ് അങ്ങോട്ട് കെട്ട്. അപ്പൊ നല്ല വയരം കിട്ടും. അപ്പൊ ചൂട് പറയും. ഈ കൊണ്ടുപോയിക്കുന്നപ്പോഴുള്ള ശ്രദ്ധിക്കേണ്ടതെന്ന് അറിയോ, അതിലെല്ലാം പൈപ്പ് വന്നിട്ടുണ്ട്. അത് പൊട്ടി പൊട്ടിച്ചക്കല്ലാന്ന് പറയണം. അതേപോലെ നീ പുല്ല് അതൊന്നും ചവിട്ടി കൊറ്റക്കല്ലാന്ന് പറയണം. വലിയ പൈസയുടെ സാധനമാണ് മോളെ. ആ മുള്ള ശ്രദ്ധിക്കണം. ആ മുള്ള കൈ കൊണ്ടുപോവാ. തൊഴിലുറപ്പ് എന്ന് പറഞ്ഞാൽ എപ്പം നോക്കിയാലും വെള്ളം കൂടി ഇരുത്തുന്നല്ലേ. നിങ്ങളുടെ എന്തിനാ കുന്തം വെച്ച് ഞാൻ കേൾക്കുന്നു? കുറച്ചെന്തെങ്കിലും സഹായിക്കാറാ. ഞാനല്ലേ ഇടയിലും പഠിപ്പിക്കുന്നത്. അശോക മോളെ പൊന്നെല്ലാം എടുത്തോ? ജൽദി കരാം. ആ എടുത്തു. നോക്കുന്നെങ്കെ പണിയില്ലപ്പാ. നോക്കുന്നെങ്കിൽ മോളോട്ടോ ശോഭട്ടി. അത് 30 ഉണ്ടാവുമല്ലോ. അത്ര ഒന്നും ഉണ്ടാവില്ല. കൊടുത്തു. വെള്ളം കുടിക്കാൻ വരെ സമ്മതിക്കൂല. എണേ നല്ല ഉണ്ട് ഇത്. നല്ല ഉണ്ടല്ലേ? നല്ല വാങ്ങണ്ട് തങ്കച്ചി. ഒരുപാടുണ്ട്. എത്ര പവനുണ്ട് മോളെ? ഇത് 7.5 പവൻ. തങ്കച്ചിയുടെ മംഗലത്തിന് ഒരുപാട് പുന്നിട്ടിനാ. എനിക്കെന്താ പെട്ട്? രസൂലേ? ഹലോ മോളെ. ഓ കൊണ്ട കൊണ്ട. എണേ ഇത് ഞാനൊന്ന് ഇട്ടോക്കട്ടെ. അങ്ങനെ ഇട്ടോക്കിക്കൂടപ്പാ. അവരെന്ത് വിചാരിക്കും? എന്ത് വിചാരിക്കുന്നു? അങ്ങനെ മംഗലത്തിന്റെ പൊന്നൊന്നും ആരും ഇട്ടോക്കലൊന്നുമില്ല. എന്ത് സ്വഭാവം ഇത്? എന്തിയെ ആ വൈഷ്ണവരെ പൊന്നു നോക്കാൻ പറ്റുമ്പോ ഞാൻ ഇട്ടോക്കിനല്ലോ. എന്നിട്ട് എന്തായി നീ? ആ താലിമാല മാത്രമേ ഇട്ടോക്കി കൂടാതില്ലു. നീ കേടെ പോയാൽ ഇങ്ങനെ എണേ എൻ്റെ മംഗലം കഴിഞ്ഞിട്ട് വരുമ്പോ എൻ്റെ കഴുത്തിലും കാതിലൊത്തിട്ട് 17 പവനുണ്ടായിനി. എൻ്റെ അച്ഛൻ കണ്ടം വിറ്റിട്ട് പണിച്ചത്. ഗോവേട്ടൻ മംഗലത്തിന് തലസം വരെ പണിക്കോയിനി. പിന്നെ പണിക്കുവാണ്ട് 3 മാസം കൊണ്ട് 3 പവനാക്കി തന്നിനി. പറയുമ്പോ നീ പറയലേ ഞാനെല്ലാം മണിച്ചിരുന്നു. ഇല്ല അളക്കും. ആ കുഞ്ഞിരാಗಿ ഞാൻ വരെ കൊണ്ടുപോയിട്ട് പണയം വെച്ചിട്ടു മുടിപ്പലയെന്ന്. ഇത് ഊരാക്കിട്ടൊന്നുമില്ലടേ. അതാ അപ്പളേ പറഞ്ഞേ. ഇതൊന്നും ഊരി തന്നാണേ. നോക്കിയാണേ ഇതൊക്കെ നോക്കണേ. ഇത് വേമ്പാണേ. എണേ മല്ലണേ. മെല്ലെ മെല്ലെ പൊട്ടിക്കലാതിപ്പോ. പൊട്ടുവാ. എന്തിനാക്കല്ലേ നീ? നിനക്കില്ലാന്ന് വിചാരിച്ചിട്ട് വേറൊരാള് സ്വർണ്ണം ഇട്ടിട്ട് നടക്കാൻ വേണ്ടേ? ഓ നോക്കിയതെല്ലാം പണി. പണി. കുളിമുറിയിൽ പോയിട്ട് കൈ സോപ്പ് വെള്ളത്തിൽ മുക്കിയിട്ട് ഊരിട്ട് വാ. പോവാല്ലേ? ഓരോരോ സരിതച്ചി കൊടുത്തു. ബാത്റൂമിൽ കുളിമുറിയിൽ പോയി. കുളിമുറിയില്ല. എന്റെ കൊണ്ടുപോയപ്പാ. ഞാനിത് അങ്ങനെങ്കിലും കിട്ടിയെങ്കിൽ മൊത്തപ്പം കറ്റിക്കാം. എന്ത് നീട്ടി തങ്കച്ചി? 2 പോയ മോളെ. എന്നാ സരിതച്ചി? അത് നിന്റെ വെള്ളം ഒട്ടൊക്കെ മോളെ. അത് പിന്നെ സോപ്പിട്ട് കിട്ടിയത്. അതിനെന്തല്ലേ തന്നെ? ഞാൻ പറഞ്ഞിട്ടേ ഒന്നും പറയില്ലാന്ന്. എവിടെ പോയാലും ഇതൊന്നും വേണ്ടായിരുന്നു മോളെ. പോന്നോളെ. 1 2 3 4 5 6 7 8 9 10. കുട്ടപ്പായി എന്ത് ഒരേ കളിയാ? നിനക്ക് തിന്നാനൊന്നും വേണ്ടോ? ഇനി ഇത് വാങ്ങില്ലപ്പാ. ഇതെല്ലാം വാങ്ങലും ഉണ്ട്. മാത്രം ഇത് വലിയ സൈസ് ഇപ്പാ. ഇത് സൈസ് ആവൂപ്പാ. ഇതാവും. ഒന്ന് തിരിഞ്ഞെ വെച്ചോക്കട്ടെ. അത് ഞാൻ വെച്ചോയിക്കോളാം. പാകാകുന്നോണ്ട് മാത്രം എടുത്താ മതി. നല്ല തുണി. അതെല്ലാം ശരി തന്നെ. ഇതാ നോക്ക്. ഡബിൾത്തിൽ വെള്ളച്ചായി. എന്ത് സരിതേട്ടി ഒരു കൊല്ലം കഴിഞ്ഞ മാക്സിനെ നിങ്ങൾ കുറ്റം പറയുന്നത്? ടൈം പിടിച്ചു പോയി. കൈക്കുള്ള തുണിയാക്കേണ്ട സമയം കഴിഞ്ഞു. എന്തൊന്നും മേടിക്ക്. എന്തൊരു കൊല്ലം ഞാൻ അങ്ങനെ ഒന്നും ഉപയോഗിച്ചിട്ടൊന്നുമില്ല. ഇത് നല്ല അല്ലേ? ഇത് വാങ്ങണ്ടല്ലേ? ആ രമേട്ടി 100. 100 കഴിഞ്ഞ മാസത്തെ കഴിഞ്ഞല്ല എല്ലാവർക്കും